തിയറി ഓഫ് പ്രൊജക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് പ്രൊജക്ഷൻ, then principle of projection, then methods of projection, അതായത് convergent projection and parallel projection. Next, classification of projection. First module, first part, introduction to engineering graphics, lines, lettering and dimensioning, അതായത് BAS code practice. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നിന്നാണ് വരുന്നത്. ബട്ട് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പ്രൊജക്ഷൻ, ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻ, അതിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്സും പഠിക്കണം. അതിനുശേഷമാണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലേക്ക് വരുന്നത്. കൺസെപ്റ്റ് ഓഫ് പ്രൊജക്ഷൻ ക്ലിയർ ആയാൽ മാത്രമേ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്സും ലൈൻസും സോളിഡ്സും സെക്ഷൻ ഓഫ് സോളിഡ്സും ഐസോമെട്രിക് പ്രൊജക്ഷനും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൊജക്ഷൻ എന്ന് നോക്കാം. നമുക്കറിയാവുന്ന ഒരു ടെക്നിക്കൽ ഡ്രോയിങ് ആണ് പ്ലാൻ ഓഫ് എ ഹൗസ്. ഈ ഹൗസിൻ്റെ പ്ലാൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോപ്പിൽ നിന്നുള്ള ഈ ഒബ്ജക്റ്റിൻ്റെ, അതായത് ഈ ഹൗസിൻ്റെ വ്യൂ ആണ് ഈ പ്ലാൻ. ദാറ്റ് മീൻസ് ഈ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഇവിടെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഓർ പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ. ദെർഫോർ പ്രൊജക്ഷൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റേഷൻ ഓഫ് എ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഓൺ എ 2 ഡയമെൻഷണൽ പ്ലെയിൻ ഈസ് നോൺ ആസ് പ്രൊജക്ഷൻ. അതായത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൊജക്ഷൻ. ദാറ്റ് മീൻസ് ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ഒരു ഒബ്ജക്റ്റ്, ഒബ്സർവർ, ഇത്രയും എലമെൻറ്റ്സ് മിനിമം ഒരു പ്രൊജക്ഷനിൽ ആവശ്യമാണ്. ദെൻ പ്രൊജക്ഷൻ മീൻസ് ഈ ഒബ്സർവറിൽ നിന്ന് പ്രൊജക്ടേഴ്സ് ഓർ വിഷ്വൽ റേസ് ഓർ ലൈൻ ഓഫ് സൈറ്റ് ഒബ്ജക്റ്റിൻ്റെ കോണ്ടൂർസിലുള്ള പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്ത് ഇമാജിനറി പ്ലെയിനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഓർ പ്രൊജക്ഷൻ ആ പ്ലെയിനിൽ ഫോം ചെയ്യും. ഇതാണ് പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്ഷനാണ് കൺവേർജൻറ്റ് പ്രൊജക്ഷൻ, ഓൾസോ നോൺ ആസ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇവിടെ ഒബ്സർവർ ഈസ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. വേറെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ പ്ലെയിനിൽ ഫോം ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ സൈസും ഷേപ്പും മാറും. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇമേജിൻ്റെ സൈസും ഷേപ്പും മാറും. ഈ പ്ലെയിൻ ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ഒബ്ജക്റ്റ് ആണ് വയ്ക്കുന്നതെങ്കിൽ ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസിനേക്കാൾ ചെറുതാകുന്നതായിട്ട് കാണാൻ പറ്റും. ദെർഫോർ ഈ പ്രൊജക്ഷൻ ഡിസൈനിൽ ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ഷൻ. നേരത്തെ പറഞ്ഞതാണ്, പ്രൊജക്ഷൻ മീൻസ് ഒബ്ജക്റ്റിൻ്റെ കോണ്ടൂർസിലുള്ള പോയിൻറ്റ്സിലൂടെ പ്രൊജക്ടേഴ്സ് പാസ് ചെയ്യുമ്പോൾ അതൊരു പ്ലെയിനിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഇമേജിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് if straight lines are drawn from various points on the contour of an object to meet a plane, the object is said to be projected on that plane. The figure formed by joining in correct sequence the points at which these lines meet the plane is called projection of the object. The lines drawn from the object to the plane is called projectors or line of sight. മറ്റൊരു പേരാണ് വിഷ്വൽ റേസ്. ഇതാണ് പ്രൊജക്ഷൻ്റെ പ്രിൻസിപ്പിൾ. അതായത് വിഷ്വൽ റേസ് ഓർ പ്രൊജക്ടേഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ കോണ്ടൂറിലുള്ള പോയിൻറ്റ്സ് നിന്ന്
പ്രൊജക്ടേഴ്സ് വരയ്ക്കുക, അത് ഒരു പ്ലെയിനിൽ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഇമേജ് ആണ് പ്രൊജക്ഷൻ ഓഫ് എ ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പ്രൊജക്ഷൻ്റെ മെത്തേഡാണ് കൺവേർജൻറ്റ് പ്രൊജക്ഷൻ ഓർ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇൻ കൺവേർജൻറ്റ് പ്രൊജക്ഷൻ, വിഷ്വൽ റേസ് ആർ കൺവേർജസ് ടു എ ഫിക്സഡ് പോയിന്റ്. ആ ഫിക്സഡ് പോയിന്റ് ആണ് ഐ ഓഫ് ദ ഒബ്സർവർ. That is, observer is at a finite distance from the object or plane. നേരത്തെ മനസ്സിലാക്കിയതാണ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, ഒബ്സർവർ ആൻഡ് പ്ലെയിൻ. ഈ ഒബ്ജക്റ്റ്, ഒബ്സർവർ ഓർ പ്ലെയിൻ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇമേജിൻ്റെ സൈസും ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ കൺവേർജൻറ്റ് ഓർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പ്ലാൻ ഓഫ് എ ഹൗസ് എടുക്കുക. അതായത് നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുക. അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് കരുതുക. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് അത് ഞാൻ വരച്ചാലും നിങ്ങൾ വരച്ചു കഴിഞ്ഞാലും ഐഡൻറ്റിക്കലായിട്ട് കിട്ടണം, അല്ലെങ്കിൽ സെയിം ആയിട്ട് കിട്ടണം. അത് ഈ കൺവേർജൻറ്റ് ഓർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ പോസിബിൾ അല്ല. ബിക്കോസ് ഈ പ്രൊജക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഒബ്സർവർ, ഒബ്ജക്റ്റ് ആൻഡ് പ്ലെയിൻ. ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രൊജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് ഓർ ആ മെത്തേഡ് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? ആ മെത്തേഡിലും ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ടാകും, ഒരു ഒബ്ജക്റ്റും ഉണ്ടാകും. എന്തായിരിക്കും അതിലെ അസംഷൻ? പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് ആർ ഇൻക്ലൈൻഡ് ആൻഡ് ഇൻക്ലൈൻഡ് ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഓൾസോ. അപ്പോൾ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അസംഷനാണ് കൊണ്ടുവരേണ്ടത്? അത് വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ or the projectors are parallel to each other. അപ്പോൾ എന്തായിരിക്കും ഒബ്സർവറുടെ പൊസിഷൻ? ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവർ ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് ആർ കൺവേർജസ് ടു എ ഫിക്സഡ് പോയിന്റ്. വിഷ്വൽ റേസ് ആർ ഇൻക്ലൈൻഡ് ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആക്കണമെങ്കിൽ ഒബ്സർവർ ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി. ഈ പ്രൊജക്ഷനെയാണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദർ ആർ മെയിൻലി ടു മെത്തേഡ്സ്, കൺവേർജൻറ്റ് ഓർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, സെക്കൻഡ് വൺ പാരലൽ പ്രൊജക്ഷൻ. ഈ പാരലൽ പ്രൊജക്ഷനിൽ വരുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. മെത്തേഡ്സ് ഓഫ് പ്രൊജക്ഷൻ ആർ കൺവേർജൻറ്റ് പ്രൊജക്ഷൻ ഓർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. നെക്സ്റ്റ് വൺ പാരലൽ പ്രൊജക്ഷൻ. ഇൻ കൺവേർജൻറ്റ് പ്രൊജക്ഷൻ, പ്രൊജക്ടേഴ്സ് ഓർ വിഷ്വൽ റേസ് ആർ inclined to each other and converges to a fixed point. Size and shape of the image formed depends on the relative position of object, observer and plane. Observer is situated at a finite distance. In parallel projection, visual rays are parallel to each other. Therefore, observer is assumed to be situated at infinity. പാരലൽ പ്രൊജക്ഷനിൽ വരുന്നതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആൻഡ് ഒബ്ലിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക്കിൻ്റെ ഒരു സബ് ഡിവിഷനാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇവിടെ പാരലൽ പ്രൊജക്ഷനിൽ ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ടു ഈച്ച് അതർ. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ ഇൻക്ലൈൻഡ് ആണ് ആൻഡ് കൺവേർജസ് ടു എ പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് എൻ ഇമാജിനറി ഫ്ലാറ്റ് പ്ലെയിൻ ഇൻ വിച്ച് ദ ഇമേജ് ഈസ് ഫോംഡ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇമേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കണക്ടിംഗ് ദ പോയിന്റ്സ് വേർ ദ ലൈൻ ഓഫ് സൈറ്റ് പിയേഴ്സ് ദ പ്രൊജക്ഷൻ പ്ലെയിൻ. പാരലൽ പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആനിമേഷൻ നോക്കാം. ഇത് പാരലൽ പ്രൊജക്ഷൻ. വിഷ്വൽ റേസ് ഓർ ലൈൻ ഓഫ് സൈറ്റ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. അത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇമേജ് ഫോം ചെയ്തു. ഇതാണ് പ്രൊജക്ഷൻ. ഇൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, വിഷ്വൽ റേസ് ഓർ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണ്, കൺവേർജസ് ടു എ പോയിന്റ്. ഇമാജിനറി വെർട്ടിക്കൽ പ്ലെയിനിൽ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ പെർസ്പെക്റ്റീവ് കിട്ടും. ഇതാണ് പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ കാണാം. പ്രൊജക്ഷൻ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രൊജക്ഷൻ എന്താണ്? പ്രൊജക്ഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ 3-dimensional object on a 2-dimensional plane is known as projection. അതായത് ഒരു 3-dimensional ഒബ്ജക്റ്റിനെ ഒരു പ്ലെയിനിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Projection is classified into two: parallel projection and converging projection. ആദ്യം കൺവേർജിങ് പ്രൊജക്ഷൻ നോക്കാം. കൺവേർജിങ് പ്രൊജക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ വ്യൂ ചെയ്യുന്ന ഒബ്സർവർ. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന വിഷ്വൽ റേസ് കൺവേർജ് ചെയ്യുന്നു ഇൻ ദ ഐ ഓഫ് ദ ഒബ്സർവർ. ഇതാണ് കൺവേർജിങ് പ്രൊജക്ഷൻ. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന വിഷ്വൽ റേസ് ഐയിലേക്ക് കൺവേർജ് ആകുന്നു. അപ്പോൾ ഈ വിഷ്വൽ റേസ് ഈ പ്ലെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ പ്ലെയിനിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടും. ഇതാണ് കൺവേർജിങ് പ്രൊജക്ഷൻ, അതായത് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇതൊരു റിയലിസ്റ്റിക് പ്രൊജക്ഷനാണ്. സിംഗിൾ വ്യൂ പ്രൊജക്ഷനാണ്. 3 ഡയമെൻഷണൽ വ്യൂ ഇതിൽ കിട്ടും. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. പാരലൽ പ്രൊജക്ഷൻ മീൻസ് ഈ കൺവേർജിങ് പ്രൊജക്ഷൻ ഓർ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഒബ്സർവർ, പ്ലെയിൻ ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഡിസൈനിൽ വരുമ്പോൾ ഇത് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കാൻ വേണ്ടി പാരലൽ പ്രൊജക്ഷനിൽ കൊണ്ടുവരുന്ന കൺസെപ്റ്റാണ് ഒബ്സർവർ റേസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്സർവർ ഇൻഫിനിറ്റിയിലാകുമ്പോൾ വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതാണ് പാരലൽ പ്രൊജക്ഷൻ. കൺവേർജിങ് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് കൺവേർജസ് ടു എ പോയിന്റ്. പാരലൽ പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് കൺവേർജ് ചെയ്യുന്നില്ല, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതിന് ഒബ്സർവർ ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി. വിഷ്വൽ റേസ് ആർ പാരലൽ. Parallel projection is classified into two: orthographic projection and oblique projection. Orthographic projection is a parallel projection, that is, visual rays are parallel to each other and perpendicular to plane of projection. അതായത് visual rays are parallel to each other and perpendicular to plane of projection. കാരണം ഒബ്സർവർ റേസ് അറ്റ് ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ട് വിഷ്വൽ റേസ് പാരലാണ്. ഈ പ്ലെയിൻ വിഷ്വൽ റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷൻ ആണെങ്കിൽ അതും ഒരു പാരലൽ പ്രൊജക്ഷൻ ആയിരിക്കും. വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ബട്ട് വിഷ്വൽ റേസ് ഈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, ഇൻക്ലൈൻഡ് ആയിരിക്കും. അതാണ് ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ. Orthographic projection is again classified into multi-view projection and axonometric projection. Multi-view projection means minimum 2 views are required to represent a 3-dimensional object. Multi-view projection il namukku minimum 2 views are required to represent a 3-dimensional object. ഫോർ എക്സാമ്പിൾ ഈ സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്യുക. ഈ സ്ക്വയർ പിരമിഡിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ഒബ്സർവർ റേസ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ ഈ പോയിന്റിലൂടെയും ഈ 4 പോയിന്റിലൂടെയും ടോട്ടൽ 5 പോയിന്റ്സിലൂടെ വിഷ്വൽ റേസ് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. അതിൽ നമുക്ക് 2 ഡയമെൻഷൻസ് മാത്രമേ കാണാൻ പറ്റും. ഈ ഡയറക്ഷനിലെ ഡയമെൻഷനും ഈ ഡയമെൻഷനും മാത്രമേ കിട്ടും. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ട് വ്യൂ. കംപ്ലീറ്റ് ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒബ്സർവർ റേസ് അറ്റ് ഇൻഫിനിറ്റി ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ഈ ഡയമെൻഷൻ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം 2 വ്യൂസ് ആവശ്യമാണ്.
ഇതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, ലൈൻസ്, സോളിഡ്സ് ഒക്കെ, പ്ലെയിൻസ് ഒക്കെ ഈ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, അതായത് ജനറലി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ മൾട്ടി വ്യൂ പ്രൊജക്ഷനാണ് വരച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് മിനിമം 2 ഡയമെൻഷൻസ് മാത്രമേ ഒരു വ്യൂവിൽ കിട്ടുകയുള്ളൂ. മിനിമം 2 വ്യൂസ് കൺസിഡർ ചെയ്താൽ മാത്രമേ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ആക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അതിൽ ഐസോമെട്രിക്, ഡൈമെട്രിക് ആൻഡ് ട്രൈമെട്രിക് പ്രൊജക്ഷൻസ് ഉണ്ട്. 2D വ്യൂസ് ആണ് മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 3 ഡയമെൻഷൻസും കിട്ടും. 3D വ്യൂസ് ആണ് കിട്ടുക. ഈ 3 ഡയമെൻഷൻസും സിംഗിൾ വ്യൂവിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ വ്യൂവിൽ കാണാൻ പറ്റും. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും സിംഗിൾ വ്യൂ പ്രൊജക്ഷനാണ്. അതിലും 3D വ്യൂസ് ആണ് കിട്ടുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ പാരലൽ പ്രൊജക്ഷനാണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴും അസംഷൻ ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി, വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് എ സിംഗിൾ വ്യൂ പ്രൊജക്ഷൻ. അതിൽ 3 ഡയമെൻഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിസിബിൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ഷൻസ് ഒരു പ്രാവശ്യം കൂടെ ലിസ്റ്റ് ചെയ്യാം. നമുക്കറിയാം, പ്രൊജക്ഷൻസ് ക്ലാസിഫൈഡ് ഇൻ ടു പാരലൽ പ്രൊജക്ഷൻ ആൻഡ് കൺവേർജൻറ്റ് ഓർ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. പാരലൽ പ്രൊജക്ഷൻ, line of sight are parallel to each other. In convergent projection, line of sight converges to a fixed point. Convergent projection detailed ആയി module 5 ൽ ഡിസ്കസ് ചെയ്യും. There are 3 type of perspective projection: parallel or 1 point perspective, angular or 2 point perspective, oblique or 3 point perspective. Parallel projection is classified into orthographic projection and oblique projection. Orthographic projection is a parallel projection. That means visual rays are parallel to each other. But these visual rays are perpendicular to plane of projection also. അതായത് visual rays are parallel to each other and perpendicular to projection plane. ഈ ടൈപ്പ് പ്രൊജക്ഷനാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഈ ഫിഗറിൽ ഈ പ്രിസത്തിൻ്റെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോഴുള്ള ഈ ഫ്രണ്ട് വ്യൂ, വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ വരുമ്പോൾ ഈ പ്ലെയിൻ തന്നെയാണ് ഫ്രണ്ട് വ്യൂ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ട്രൂ ഷേപ്പ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ. വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ബട്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് ഇൻക്ലൈൻഡ് ആണ്, അതായത് 90 ഡിഗ്രി അല്ല. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെ അത് 90 ഡിഗ്രി അല്ല, ഇൻക്ലൈൻഡ് ആണ്. ഈ ടൈപ്പ് പ്രൊജക്ഷനാണ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ. ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 2 ഡയമെൻഷണൽ വ്യൂസ് ആണ് കിട്ടുക. ഒബ്ലീക്ക് പ്രൊജക്ഷനിൽ 3 ഡയമെൻഷണൽ വ്യൂ ആണ് കിട്ടുക. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലും 3 ഡയമെൻഷണൽ വ്യൂ ആണ് കിട്ടുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആൻഡ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. അതിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ ഡ്രോയിങ്ങിലൊക്കെ ഡിസൈൻ ഡ്രോയിങ്ങിലൊക്കെ കാണുന്നത് മൾട്ടി വ്യൂ പ്രൊജക്ഷനാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മിനിമം 2 വ്യൂസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരു വ്യൂവിൽ 2 ഡയമെൻഷൻ മാത്രമേ കിട്ടൂ. അടുത്ത വ്യൂവിൽ നിന്നാണ് അടുത്ത ഡയമെൻഷൻ കിട്ടുന്നത്. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മീൻസ് ഒബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. അക്കോർഡിംഗ് ടു BIS നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ക്യൂബിൻ്റെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ എഡ്ജസ്, അതായത് ആക്സസ് കൺസിഡർ ചെയ്യുക. ഈ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആകുമ്പോഴുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. 2 എഡ്ജസ് ഓർ ആക്സസ് ഈക്വലി ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആകുമ്പോഴുള്ള പ്രൊജക്ഷനാണ് ഡൈമെട്രിക് പ്രൊജക്ഷൻ. ഒരു എഡ്ജ് ഓർ 1 ആക്സസ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആകുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ആണ്, ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ഇതിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ നമ്പർ 4 ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡൈമെട്രിക് ആൻഡ് ട്രൈമെട്രിക് സിലബസിലില്ല. ഒബ്ലീക്ക് പ്രൊജക്ഷൻ സിലബസിലില്ല. അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു കെവലിയർ ഒബ്ലീക്ക് പ്രൊജക്ഷൻ, ക്യാബിനറ്റ് ഒബ്ലീക്ക് പ്രൊജക്ഷൻ, ജനറൽ ഒബ്ലീക്ക് പ്രൊജക്ഷൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്തോഗ്രാഫിക് മൾട്ടി വ്യൂ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. എല്ലാ മൊഡ്യൂൾസിലും ആവശ്യം വരുന്നതാണ്
ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻസ് ആണ് വരുന്നത്. ആക്ച്വലി ഫസ്റ്റ് ആംഗിൾ മൾട്ടി വ്യൂ പ്രൊജക്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. ബട്ട് പ്രോബ്ലത്തിൽ ജസ്റ്റ് പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ, പ്രൊജക്ഷൻ ഓഫ് എ സോളിഡ് എന്ന് മാത്രമേ കാണൂ. അതിൻ്റെ മീനിങ് അത് ഓർത്തോഗ്രാഫിക് മൾട്ടി വ്യൂ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ, പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണെങ്കിൽ ഡ്രോ ദ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. പറഞ്ഞു വരുന്നത് പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ മൾട്ടി വ്യൂ പ്രൊജക്ഷനാണ്. മൊഡ്യൂൾ നമ്പർ 1 പോയിൻറ്റ്സ് ആൻഡ് ലൈൻ. അടുത്ത പഠിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ആണ്. ബട്ട് KTU സിലബസിൽ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ഇല്ല. അതുകൊണ്ട് മൊഡ്യൂൾ നമ്പർ 2 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ് വരുന്നത്. മൊഡ്യൂൾ നമ്പർ 3 ഈ സോളിഡ്സിനെ കട്ട് ചെയ്ത പ്രൊജക്ഷൻസ് വരയ്ക്കണം, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരയ്ക്കണം. മൊഡ്യൂൾ നമ്പർ 4 വരുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ സോളിഡിൻ്റെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഡയമെട്രിക് ആൻഡ് ട്രൈമെട്രിക് സിലബസിലില്ല, ഒബ്ലിക് പ്രൊജക്ഷനും ഇല്ല. മൊഡ്യൂൾ നമ്പർ 5 ഒരു പാർട്ട് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴും ഫസ്റ്റ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം. മൊഡ്യൂൾ നമ്പർ 5 അടുത്ത പാർട്ട് കൺവേർഷൻ ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ടു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത തിയറി ഓഫ് പ്രൊജക്ഷൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.